ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ചക്കപ്പഴത്തിന് കിട്ടുന്ന സീസൺ ആണല്ലോ, അതുകൊണ്ട് എനിക്കും കിട്ടിയൊരു ചക്കപ്പഴം. ചക്ക കൊണ്ടുള്ള വിഭവമാണ് ഇന്നത്തെ. ചക്ക വരട്ടുന്നതിൻ്റെ റെസിപ്പിയാണ്. ചക്ക കുക്കറിലിട്ടിട്ടുണ്ട്. ഇത്രയും ചക്കയാണ് ഉള്ളത്. ഒരു ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം വേണ്ട, അത് ചക്ക ഒരുപാട് വെള്ളം കൂടുന്ന സമയത്ത് നമുക്ക് വരട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. നമുക്ക് ഒന്നുമില്ല, ഇതിൽ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചക്കയും പഴുത്ത ചക്കയും, നല്ലോണം പഴുത്ത ചക്കയാണ്. അതിൽ ഒരു ഗ്ലാസോളം വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. കുക്കർ അടച്ചിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെക്കുകയാണ് കുക്കർ വേവിക്കാൻ. ഇതിനൊരു 4-5 വിസിൽ വയ്ക്കാം. കുറച്ച് ഏലക്കായ ഒന്ന് ചൂടാക്കിയിട്ട് പഞ്ചസാരയും ചേർത്തിട്ട് ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. ഈ ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ചക്ക വരട്ടുന്നതിന്. ഒന്ന് ഏലക്കായ ചൂടാക്കാം. ഏലക്കായ നന്നായിട്ട് പൊടിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഏലക്കായ മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്തൊന്ന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് ഈ ചൂട് തന്നെ, ഇതിപ്പോൾ ചൂടാക്കിയതിൻ്റെ ആ ചൂട് തന്നെയാണ് ഈ ജാറിൽ വെച്ച് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. നന്നായിട്ട് 2-3 പ്രാവശ്യമായിട്ട് പൾസ് ചെയ്തെടുക്കുക. മിക്സിയിൽ പൊടിച്ചെടുത്ത ഏലക്കായയാണത്. പഞ്ചസാരയും ഏലക്കായയും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തതാണ്. ഇതിൽ കുരുവെല്ലാം പൊടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ചൂടാക്കുന്ന, ഏലക്കായ ചൂടാക്കിയ ശേഷമാണ് നമ്മൾ ഈ പഞ്ചസാരയുടെ കൂടെ പൊടിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ ചക്ക അതിന് ശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷമേ നമുക്കത് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റുള്ളൂ. ഒക്കെ വേവിച്ച് കഴിഞ്ഞതാണ്. ഇതിൽ തന്നെ വെള്ളം ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചതാണ്. പക്ഷെ അത്ര നിങ്ങൾ ഒഴിക്കേണ്ട, ഒരു 1/2 ഗ്ലാസോളം മതി. എന്താ വെച്ചാൽ ചക്ക തന്നെ വെള്ളമാവുന്നതാണ്. അപ്പോൾ ഇത് വേവിച്ച് വെന്ത വെള്ളമാണ് ഇതിലിരിക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിലാക്കിയിരിക്കുന്നത്. ഇത് നല്ലപോലെ ആറിയ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ അടുപ്പത്ത് വെച്ച് വരട്ടുന്നത്. നെയ്യ് ചേർത്തി ഏലക്കായ പൊടിയെല്ലാം ചേർത്തിട്ടാണ് ഇത് വഴറ്റുന്നത്. അത് നമുക്ക് കാണാം. മിക്സിയിൽ അരച്ചത് എടുത്തതാണ് ഈ ചക്കയാണിത്. വേവിച്ച ചക്ക ചൂടാറിയ ശേഷം നമ്മൾ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ പാത്രം എടുക്കുക. അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിക്കുകയൊക്കെ ചെയ്യുക. നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് അങ്ങനെ ചേർത്തി കഴിഞ്ഞ് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കി എടുക്കാൻ സൗകര്യമാണ്. ചെറിയ പീസസ് ഒന്നും കിടക്കാൻ പാടില്ല. നല്ല പോലെ മിക്സ് ചെയ്യുക. നെയ്യ് ഇനിയും ഒഴിച്ചു കൊടുക്കാനുണ്ട്. ശർക്കര ഓരോ പോലെ ഇരിക്കും. അതായത് കറുത്ത വെല്ലമാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. നമ്മൾ ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ മുക്കാലും ഇട്ടിട്ടില്ല, ഞാൻ മുക്കാലും ഇട്ടതാണ്. നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. കൈ എടുക്കരുത്, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് നന്നായി മിക്സ് ചെയ്യുക. അതിൽ നിന്ന് വെല്ലത്തിൽ നിന്നും വെള്ളം വരും, ശർക്കരയിൽ നിന്ന് നല്ലപോലെ വെള്ളം വരും. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്യാനുണ്ട്. ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ ആദ്യം നെയ്യ് ചേർത്തിയത്. ചേർക്കാനുള്ളത് അത് കുറച്ച് നേരം നമ്മൾ ഇത് മിക്സിങ് കഴിഞ്ഞ ശേഷം ചേർത്താം, അല്ലെങ്കിൽ ഇതിനിടയിലും ചേർത്താം. ഇങ്ങനെ വരട്ടിക്കൊണ്ടേയിരിക്കണം. ഈ രൂപത്തിലാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. നല്ല കട്ടിയാകും. നെയ്യിൽ നല്ല പോലെ കുറച്ചുകൂടെ നെയ്യ് നല്ലോണം ചേർത്താൽ, ചിലവർ നല്ല പോലെ നെയ്യിൽ ചെയ്യും. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ നെയ്യിൽ എങ്ങനെ വേണോ വരട്ടണോ. ചിലവർ നല്ല കട്ടി പോലെ വരട്ടിയെടുക്കും, ചിലവർ കുറച്ച് ലൂസായിട്ട് ചെയ്യും. അവരവരുടെ ഇഷ്ടം പോലെ ജാമ് പോലെ ചെയ്യും. മാംഗോ ജാമോ അങ്ങോട്ടോ അതുപോലെ ഉണ്ടാവും. അവരവരുടെ ഇഷ്ടം പോലെ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. സിമ്മിൽ വെക്കണം. കുറച്ച് നേരത്തെ പണിയാണ്.
തെറിക്കുന്ന സമയത്ത് ഇങ്ങനെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് വിട്ട് നിൽക്കുക. അങ്ങനെ ബബിൾ വരുന്നുണ്ടോ, അങ്ങനെ വരുമ്പോൾ തന്നെ തെറിക്കുമ്പോൾ നമ്മുടെ ഫേസിലേക്കൊക്കെ ഒന്ന് ആവും. അപ്പോൾ അത് മാറി നിന്നിട്ട് ശേഷം വേണം, സിമ്മിൽ വെച്ച് ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെ ആവില്ല, അത്ര തെറിക്കില്ല. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. പണ്ടുള്ളവർ ഒരുപാട് ചക്ക ഉണ്ടാക്കാറുണ്ട്, അപ്പോൾ ഒരുപാട് തെറിക്കും, മേലെല്ലാം തെറിക്കും. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. എന്നാലും തെറിക്കുന്നത് കണ്ടോ, അതിന് ബബിൾ വന്ന് അങ്ങനെ തെറിക്കുന്ന സമയം നമ്മൾ മാറി നിൽക്കണം. ഇതിൽ ഏലക്ക പൊടി കൂടെ ചേർത്താനുണ്ട്. സിമ്മിൽ വെച്ച് ചെയ്യാം. നെയ്യ് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നെയ്യ് ചേർത്തി കൊടുക്കാം. മധുരം അതേപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമ്മൾ കുറേ നേരം കൂടി വരട്ടിയ ശേഷം, ഇതിപ്പോൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് കൂടുതൽ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുന്ന സമയത്ത് ഇത് തെറിക്കാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ. ചക്ക വരട്ടി ഏകദേശം വറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും തെറിച്ചുകൊണ്ടേ ഇരിക്കണം. ഈ ബബിൾ വന്നിങ്ങനെ തെറിക്കുന്നതിന് നമുക്കൊരു വിദ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്കിത് അടപ്പുള്ള പാത്രം ഇങ്ങനെ വയ്ക്കാം. കുറച്ച് നേരം അതിൽ ഇളക്കി കൊടുക്കുകയും വേണം. സിമ്മിൽ വെച്ചിട്ട് വെള്ളം വറ്റുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമുണ്ട്, അത് ഈർപ്പം കൂടെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കുറച്ച് അടച്ച് വെക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, മേലെയൊന്നും തെറിക്കില്ല. സിമ്മിൽ വെച്ച് ഇങ്ങനെ അടച്ച് വെച്ച് ചെയ്യാം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ജാമായിട്ട് കഴിക്കാൻ പറ്റും ഈ ചക്ക വരട്ടിയതിനെ. ബ്രെഡിനെ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഹോം മെയ്ഡ് ഹെൽത്തി ജാം ആയതുകൊണ്ട് കുട്ടികൾക്ക് ദോഷമൊന്നും വരില്ല. അവർ ഇഷ്ടപ്പെട്ട് നല്ലവണ്ണം കഴിക്കും. ബ്രെഡ് എന്നും കുട്ടികൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫുഡാണല്ലോ. അത് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ലതാണ്. ഈവനിങ് ടൈമിൽ അവരുടെ വിശപ്പും മാറാനും ഇത് ഉപകരിക്കും. എല്ലാ
ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും പോയി കാണുക. ഐ ബട്ടണിൽ പ്രീവിയസ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കാണാത്തവർ പോയി കാണുക. വീണ്ടും കാണുന്നവരേക്കും ബൈ ഫ്രം അർച്ചന. എല്ലാവരും സേഫായിരിക്കുക.